ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജൂലൈ 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ അതുപോലെ എൻ്റെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അതൊക്കെ ഇനിയും കാണാത്തവരുടെ പോയി കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇൻ എ ഹൈസ്കൂൾ ഹാവിംഗ് സ്റ്റാൻഡേർഡ്സ് 8 to 10 only, how many Hindi teachers may be sanctioned for 54 and above but below 79 periods per week? അപ്പോൾ 54 മുകളിലാണ്, അതുപോലെ അത് 79 താഴെയാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എത്ര ഹിന്ദി പോസ്റ്റ് വേണം? അതാണ് അത് 3 ഫുൾ ടൈം ഹിന്ദി ടീച്ചേഴ്സാണ് അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവുക. നമുക്കറിയാം അത് നമ്പർ ഓഫ് പീരീഡ്സുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ക്ലെയിമിംഗ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഈസ് ഇൻ. മെയിൻ്റനൻസ് ഗ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത് ഫോം 30 ആണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, when a subscriber quits service for appointment in government services, his balance in the fund shall be transferred to the government provident fund with the concurrence of. അതായത് GPF മാറ്റുന്നതെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ ഒന്നും കൺകറൻസ് അല്ല വേണ്ടത്, ആ സബ്സ്ക്രൈബറുടെ കൺകറൻസ് ആണ് വേണ്ടത്. കണ്ടോ, AE എന്ന് കൊടുത്തിട്ടുണ്ട്, DG എന്ന് കൊടുത്തിട്ടുണ്ട്, DD എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം അതിൻ്റെ കൺകറൻസ് കൊടുക്കേണ്ടത് സബ്സ്ക്രൈബർ തന്നെയാണ്. നാലാമത്തേത്, ദ കേരള എഡ്യൂക്കേഷൻ ബിൽ 1958 റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്, 19th February 1959. ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ചോദ്യം, സ്റ്റേറ്റ് മീൻസ് അണ്ടർ കേരള എഡ്യൂക്കേഷൻ ആക്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കേരള തന്നെയാണ്. ഓപ്ഷൻ എ. ആറാമത്തേത്, എഡ്യൂക്കേഷണൽ ഓഫീസർ മീൻസ്. എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ ആവാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ആവാം. ഓപ്ഷൻ സി. ഏഴാമത്തെ ചോദ്യം, സ്കൂൾസ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കംപ്രൈസേഴ്സ് ഫൈനാൻസ് സ്കൂൾ. ഓപ്ഷൻ എ. അതിനോടൊപ്പം ഫൈനാൻസ് സ്കൂൾ കൂടി വരും. എട്ടാമത്തേത്, if the educational agencies have schools in more than one educational district within a revenue district, the appointment of managers may be approved by. അത്തരം സന്ദർഭങ്ങൾ അത് DD ആണ് അപ്രൂവ് ചെയ്യേണ്ടത്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഒൻപതാമത്തെ ചോദ്യം, ഇൻ ഹൈസ്കൂൾസ് ഹാവിംഗ് ഓൾ ഓർ എനി ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് 7 to 10 only, പോസ്റ്റ് ഓഫ് മലയാളം ലാംഗ്വേജ് ടീച്ചേഴ്സ് മേ ബി സാങ്ഷൻ ഫോർ 5 and above but below 15 periods per week is. 15 പീരീഡിന് താഴെയാകുമ്പോൾ അവിടെ വരുന്നത് 1 പാർട്ട് ടൈം ടീച്ചറാണ്. ഓപ്ഷൻ ബി. പത്താമത്തേത്, ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദ കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഫോർ ടീച്ചേഴ്സ് ഇൻ ഫോം 31 ആണത്. ഓപ്ഷൻ എ. 11ാമത്തേത്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ. ഓപ്ഷൻ ഡി, സെക്ഷൻ 17. 12ാമത്തെ ചോദ്യം, ഇൻ ദ കേസ് ഓഫ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് ദ ഇൻഡിവിജ്വൽ പ്രൊപ്പറൈറ്റർ മേ ബി. അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ മാനേജറാണ്. 13ാമത്തെ ചോദ്യം, മിനിമം സൈറ്റ് ഏരിയ ഫോർ ട്രെയിനിങ് സ്കൂൾസ് വിത്ത് ഓർ വിതൗട്ട് മോഡൽ സ്കൂൾസ് ഈസ്. ഓപ്ഷൻ ബി ആണ്, 1.2 hectares ആണ്. ഈ സൈറ്റ് ഏരിയ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി വരുന്നുണ്ട്. ദ വിൻഡോ ഏരിയ ഓഫ് എ ക്ലാസ് റൂം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഓപ്ഷൻ ബി, 1/5 ഓഫ് ദ ഫ്ലോർ ഏരിയ. 15ാമത്തേത്, any person aggrieved by an order of the district education officer refusing to grant recognition to or withdrawing the recognition of a school within dash the date of order 30 days. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 16ാമത്തേത്, no record to prove date of birth is required when transfer certificate produced. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കുട്ടി TC കൊണ്ടുവരുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ മറ്റു പ്രൂഫുകളൊന്നും വേണ്ട. TCയിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ടാണത് അങ്ങനെ പറയുന്നത്. 17ാമത്തെ ചോദ്യം, പ്രൈവറ്റ് സ്കൂൾ മീൻസ്. പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്നത് അൺഎയ്ഡഡ് ഓർ റെക്കഗ്നൈസ്ഡ് സ്കൂൾ. 18ാമത്തെ ചോദ്യം, സ്കൂൾ ഇൻ ദ സ്റ്റേറ്റ് ഷാൽ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഓപ്ഷൻ ഡി, 4. 19ാമത്തെ ചോദ്യം, ഓൾ കറസ്പോണ്ടൻസ് റിലേറ്റിംഗ് ടു ദ മാനേജ്മെന്റ് ഓഫ് അൺഎയ്ഡഡ് സ്കൂൾ ഷാൽ ബി ക്യാരിഡ് ഓൺ ബൈ ദ മാനേജർ. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 20ാമത്തെ ചോദ്യം, the manager of the educational agency must provide their schools with minimum essential facilities as specified under rules. Answer A ആണ്, 9 and 10 of chapter 4. 21ാമത്തെ ചോദ്യം, other institutions connected with the educational system of the state is. Option A, the Bharat Scouts and Guides. 22ാമത്തെ ചോദ്യം,
The right to conduct the school is vested in the legal representative of a joint family. The educational agency shall be termed as ഇതിനെ നമ്മൾ പറയുന്നത് ഓപ്ഷൻ ബി ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ ഏജൻസി എന്നാണ്. 23ാമത്തെ ചോദ്യം, no school building shall be situated within a distance of dash from a public burial place. Option A 50 meter. 24ാമത്തെ ചോദ്യം, the fee and other income of a school shall not be utilized for any purpose other than educational purposes directly connected with the school as per option A, chapter 5, rule 8. 25ാമത്തെ ചോദ്യം, the age limit for readmission to standard 10 in the case of pupils belonging to scheduled tribes who leave failed in the SSLC examination, their first appearance will be dash of age may be readmitted to the standard. Option B, above 20 years. 26ാമത്തേത്, education calendar. A school year will publish option A 10 days before the commencement of school year. സ്കൂൾ ഇയർ ആരംഭിക്കുന്നതിന് 10 ദിവസമെങ്കിലും മുമ്പായിട്ട് എഡ്യൂക്കേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യണം. 27ാമത്തേത്, deficiency in attendance is above 15% and not more than 25% of the total number of working days in a school. The deficiency may be condoned by, അത്തരം സന്ദർഭങ്ങളിൽ അത് ഹെഡ് മാസ്റ്റർക്ക് തന്നെ കണ്ടോൺ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ബി. 28ാമത്തെ ചോദ്യം, the minimum strength of linguistic minority group in primary school is option A 10 for each standard. 29ാമത്തേത്, the activities of NCC are governed by option A ആണ് correct answer, National Cadet Corps Act 1948. 30ാമത്തെ ചോദ്യം, every school shall maintain a punishment register in option D form 9. 31ാമത്തേത്, who is responsible for all matters connected with the discipline in the school? Option C ആണ് correct answer, headmaster. 32ാമത്തെ ചോദ്യം, to conduct themselves in or outside the school in such a manner that their behavior would be a model for the pupils is the duty of teacher. Option B. 33ാമത്തേത്, the dimensions of classroom in lower primary school is option A ആണ് correct answer, 6 meter into 5.5 meter into 3 meter. ഡയമെൻഷൻസ്, സൈറ്റ് ഏരിയ ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. LP സ്കൂളിൻ്റേത്, UP സ്കൂളിൻ്റെ, ഹൈസ്കൂളിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ്സ് ആണത്. 34ാമത്തേത്, എവറി സ്റ്റാൻഡേർഡ് അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് ഇൻ. അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ ഫോം എപ്പോഴും ചോദിക്കുന്നതാണ്, ഫോം 6. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 35ാമത്തേത്, all arrangements relating to the timetable of work shall be a matter for the discretion of headmaster. Option D ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 36ാമത്തെ ചോദ്യം, who is the authority to maintain logbook and factual diary? ലോഗ്ബുക്കും ഫാക്ച്വൽ ഡയറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെഡ്മാസ്റ്റർ ആണ്. ഓപ്ഷൻ ബി. 37ാമത്തെ ചോദ്യം, ഹെഡ്മാസ്റ്റർ ഷാൽ എൻ്റർ ഫാക്ച്വൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ടീച്ചേഴ്സ് അറ്റൻഷൻ ടു ഡ്യൂട്ടി ആൻഡ് ഹിസ് ഒബ്സർവേഷൻ റിലേറ്റിംഗ് ടു ദ ടീച്ചേഴ്സ് വർക്ക് ആൻഡ് കണ്ടക്ട് ഇൻ സൂപ്പർവൈസറി ഡയറിയിലാണ് അതൊക്കെ കുറിച്ച് വയ്ക്കേണ്ടത്. ഓപ്ഷൻ സി. 38ാമത്തേത്, ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ക്വാളിഫൈഡ് ടീച്ചർ ഷാൽ ബി ഓൺ പ്രൊബേഷൻ. ഓപ്ഷൻ എ. 39ാമത്തേത്, teachers shall be admitted to duty or relieved from duty by the headmaster under the orders from the manager. Option A. മാനേജറുടെ ഓർഡർ പ്രകാരവും അത് ചെയ്യാവുന്നതാണ്. 40ാമത്തെ ചോദ്യം, every management shall prepare and maintain a staff list or seniority list of teachers as specified in form 11A. 41ാമത്തെ ചോദ്യം, in the case of building for upper primary school must have a veranda with വരാന്തയുടെ വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത് 1.5 meter wide. ഓപ്ഷൻ സി. ഹൂ ഫോളോ ദ എഡ്യൂക്കേഷൻ കലണ്ടർ? ഓൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. 43ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഓഫ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എയ്ഡഡ് സ്കൂൾസ് ആർ പ്രിപ്പയർഡ് ഇൻ ഫോം 10. ശ്രദ്ധിക്കണം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. 44ാമത്തെ ചോദ്യം, ടീച്ചേഴ്സ് അപ്പോയിൻറ്റഡ് അണ്ടർ റൂൾ 3 ഷാൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, 1 year on duty within a continuous period of 2 years. 45ാമത്തേത്, as soon as a teacher is appointed in a school, the manager shall immediately issue an appointment order to the teacher in form 27. 46ാമത്തേത്, who is the attesting officer for the entries in part 1 of the service book? ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, the educational officer. 47ാമത്തെ ചോദ്യം, in the case of teachers in the same grade in the same unit whose date of commencement of continuous service is the same seniority shall be decided with the reference to option B, the date of first appointment.
48ാമത്തെ ചോദ്യം, the minimum qualification for appointment as headmaster in aided complete high schools or training schools shall be 12 years ആണ് അവിടെ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 49ാമത്തേത്, if a vacancy terminates on a holiday or during the vacation, the period of the acting or temporary appointment in the vacancy shall be deemed to terminate on the last preceding working day. അതിന് തൊട്ടുമുമ്പുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേ അത് അവസാനിച്ചതായിട്ട് കണക്കൂട്ടും. 50ാമത്തേത്, a teacher shall not himself terminate his service before the expiry of the term of his appointment without the permission of option C, education officer. 51ാമത്തെ ചോദ്യം, every person appointment to the category of principal shall during the period of probation a pass in a contest for executive officers or a contest lower. a contest lower അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് പാസ്സാവണം. പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പിന്നീട് അത് ക്വാളിഫൈ ചെയ്യണമെന്നർത്ഥം. 52ാമത്തെ ചോദ്യം, എ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹാസ് ഗോട്ട് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ്. ഹിസ് പ്രൊബേഷൻ പീരീഡ് ഈസ് ഓപ്ഷൻ എ ടോട്ടൽ പീരീഡ് ഓഫ് 2 years ഓൺ ഡ്യൂട്ടി വിതിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. 53ാമത്തെ ചോദ്യം, ട്രാൻസ്ഫർ അണ്ടർ റൂൾ 10 and 11 shall ordinarily be made only at the beginning of the school year. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 54ാമത്തേത്, ഹൂ ബിക്കം എക്സസ് ഓൺ ഡിലിങ്കിങ് ഓഫ് പ്രീ-ഡിഗ്രി കോഴ്സ് ഫ്രം ദ കോളേജസ് അണ്ടർ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഹൂ ഓപ്റ്റഡ് ടു ബിക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഈസ് കോൾഡ്. അത്തരം സന്ദർഭങ്ങൾ അവർ വിളിക്കുന്നത് ജൂനിയർ ലെക്ചറർ എന്നാണ്. ഓപ്ഷൻ സി. 55ാമത്തേത്, ദ ടീച്ചർ ഹൂ ആക്ട് ആസ് ദ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ് കോൾഡ്. അദ്ദേഹത്തെ വിളിക്കുന്നതാണ് പ്രിൻസിപ്പൽ. 56ാമത്തെ ചോദ്യം, ഹൂ ഈസ് അറ്റസ്റ്റിംഗ് ഓഫീസർ ഫോർ ദ എൻട്രീസ് ഇൻ പാർട്ട് 2 ഓഫ് ദ സർവീസ് ബുക്ക്. സർവീസ് ബുക്കിൻ്റെ പാർട്ട് 2 അറ്റസ്റ്റ് ചെയ്യേണ്ടത് ഹെഡ് മാസ്റ്റർ ആണ്. ഓപ്ഷൻ സി. 57ാമത്തേത്, ഫൈനാൻഷ്യൽ ഇയർ മീൻസ്. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 1 to March 31 വരെയാണ്. 58ാമത്തേത്, കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് നോമിനേഷൻസ് ഈസ് ഇൻ ഫോം എ. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 59ാമത്തേത്, എ ടീച്ചർ ട്രെയിനി ഹാസ് ബീൻ ആബ്സെൻറ്റ് വിതൗട്ട് ലീവ് ഫോർ 15 വർക്കിംഗ് ഡേയ്സ് കണ്ടിന്യൂസ്ലി. His name shall be removed from the rolls and the facts reported to the district education officer. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 60ാമത്തെ ചോദ്യം, the lower age limit for appointment as a member of non-teaching staff shall be. non-teaching staff ആയിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ മിനിമം ഏജ് 18 years ആണ്. ഓപ്ഷൻ ഡി. 61ാമത്തെ ചോദ്യം, A represents the balance at credit and B represents the outstanding balance of the previous advance. Then which formula may be adopted for determining the maximum amount of advance admissible at a particular time in KES EPF? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല 3A minus B by 4. 62ാമത്തേത്, if the government decide to take over the management of the school, overruling the objection if any, they may issue order to the district collector. Option B. 63ാമത്തേത്, school where admission to some or all of the standard is restricted only to girls shall be known as. ഗേൾസിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം സ്കൂളുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഗേൾസ് സ്കൂൾ. 64ാമത്തെ ചോദ്യം, an employee entered services as LPST with effect from 1st June 1993. Her date of birth is 1st August 1966. Her superannuation date is, അവിടെ superannuation date വരുന്നത് 31st March 2023 ആണ്. ശരിക്കും അദ്ദേഹത്തിന് 21/8/2022 എത്തുമ്പോൾ അദ്ദേഹത്തിന് 56 വയസ്സാവും. അപ്പോൾ ആ അക്കാഡമിക് ഇയർ കൂടി അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ സൂപ്പറാനുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത മാർച്ച് 31 വരെ പോകും. അപ്പോൾ 31/3/2023 അതിൻ്റെ ഡേറ്റ് വരുന്നത്. 65ാമത്തേത്, നത്തിങ് ഇൻ ദ റൂൾസ് ഇൻ ചാപ്റ്റർ 20 ഷാൽ അപ്ലൈ ടു മൈനോറിറ്റി സ്കൂൾ. ചാപ്റ്റർ 20 വരുന്ന മൈനോറിറ്റി സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല അത്തരം കാര്യങ്ങൾ. 66ാമത്തേത്, the area of jurisdiction of assistant education officer will be fixed by the government. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 67ാമത്തെ ചോദ്യം, surprise visits to school shall be conducted by the education officers at least once in a school year. ഒരിക്കലെങ്കിലും വർഷത്തിൽ അത് നടത്തിയിരിക്കണമെന്നാണ് പറയുന്നത്. 68ാമത്തെ ചോദ്യം, എ ടീച്ചർ റിക്വയർഡ് or permitted to attend an obligatory department examination may be treated as. ഓപ്ഷൻ ബി ഓൺ ഡ്യൂട്ടി ആണത്. ഓൺ ഡ്യൂട്ടിയാണ്. 69ാമത്തേത്, an employee entered services as high school assistant with effect from 1st July 2014. His date of birth is 24th
May 1979. മെയ്യിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പോൾ ഹിസ് സൂപ്പറാനുവേഷൻ ഡേറ്റ് ഈസ് മെയ്യിലായതുകൊണ്ട് ആ മാസത്തിൻ്റെ അവസാനം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ 31 May 2035. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 70th, a UP school headmaster will be allowed time-bound higher grade on completion of dash year as headmaster. 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കും. 71th, the headmaster of an aided primary school shall be given the headmaster scale of pay only if he passed the obligatory department test exam with a minimum 15 years of continuous service. രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് വേണം. 72ാമത്തെ ചോദ്യം, every school shall maintain an admission register in ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഫോം 4. 73ാമത്തേത്, in the academic year 2022-23, effective strength of a lower primary school is 547. 9 students have no UID details. Calculate the maintenance grant admissible to the manager of the school on the basis of above details. Maintenance grant per pupil per year is ₹60 for LP section. ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ₹30,000. 74ാമത്തേത്, headmaster and non-teaching staff of school shall attend office on ഓപ്ഷൻ ബി സ്പെഷ്യൽ ഹോളിഡേയ്സ്. സ്പെഷ്യൽ ഹോളിഡേയ്സിൽ അവർ സ്കൂളിൽ വരേണ്ടതാണ്. 76ാമത്തേത്, അക്കാഡമിക് ഇയർ മീൻസ് ഓപ്ഷൻ ബി June 1 to March 31 ആണ് അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത്. 77ാമത്തേത്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മേ ബി ഇഷ്യൂ ബൈ ദ ഹെഡ്മാസ്റ്റർ ഇൻ ഫോം 5. ഫോംസ് ഒക്കെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാണത്. 78ാമത്തേത്, ഹു ക്യാൻ മേക്ക് ഓൾട്രേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കലണ്ടർ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കലണ്ടറിൽ ഓൾട്രേഷൻസ് വരുത്താൻ അധികാരമുള്ളത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ മാത്രമാണ്. ഓപ്ഷൻ ബി. 79ാമത്തേത്, മെഡിസെപ്പ് സ്കീം കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം. മെഡിസെപ്പ് സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ഇൻഷുറൻസ് സ്കീമാണ്. അത് നടപ്പിലാക്കിയത് 1/7/2022 മുതലാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 80ാമത്തെ ചോദ്യം, ഗവൺമെൻറ് ഷാൽ പേ ദ സാലറി ടു ഓൾ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഡയറക്ട് ത്രൂ ഹെഡ്മാസ്റ്റർ. ഓപ്ഷൻ എ. 81ാമത്തെ ചോദ്യം, ഹൂ പേ മെയിൻ്റനൻസ് ഗ്രാൻഡ് ടു ദ മാനേജർ. ഓപ്ഷൻ ബി ബ്ലോക്ക് പഞ്ചായത്താണ് അത് കൊടുക്കുന്നത്. 82ാമത്തേത്, the manager of any aided school has neglected to perform any of the duties imposed by or under KER made there under and that in the public interest. It is necessary to take over the management of the school for a period of അത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ ആ സ്കൂൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. for a period of not exceeding 5 years. ഓപ്ഷൻ ബി. 83ാമത്തേത്, a boy or girl between the age of 6 and 14 at the beginning of academic year is called. അതിനെ പറയുന്നത് നമ്മൾ പറഞ്ഞ 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ, ഇവരെ നമ്മൾ പറയുന്നതാണ് ചൈൽഡ്. ഓപ്ഷൻ സി, ചൈൽഡിൻ്റെ ഡെഫിനേഷനാണത്. 84ാമത്തെ ചോദ്യം, വിച്ച് റൂൾ ഡു നോട്ട് അപ്ലൈ ടു ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിംഗ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. ചാപ്റ്റർ 3 റൂൾസ് 4 and 5. ഓപ്ഷൻ എ. 85ാമത്തേത്, the committee constituted under section 24 is called local education committee. Option C. 86ാമത്തെ ചോദ്യം, the educational agency shall be bound by the acts of the manager. Option A. 87ാമത്തെ ചോദ്യം, a pupil shall be deemed to have secured the minimum attendance. Minimum attendance എന്ന് പറയുന്നത് not less than 85%. Option D ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 88ാമത്തെ ചോദ്യം, the validity of transfer certificate issued by the headmaster is. എൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 മാസമാണ്. ഓപ്ഷൻ ബി 2 months. 89ാമത്തെ ചോദ്യം, in Kerala employees provident fund rules year means. അവിടെ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഓപ്ഷൻ ഡി. 90ാമത്തെ ചോദ്യം, student admitted to training school shall be considered to be on probation for 15 working days. Option A. 91ാമത്തെ ചോദ്യം, qualified teachers who are relieved as per rule 49 or 52 or on account of termination of vacancy shall have preference for appointment to future vacancies in a school under the same educational agency as per option B rule 51A. 92ാമത്തെ ചോദ്യം, a teacher shall cease to be in services after continuous absence of option C 5 years. 5 വർഷം തുടർച്ചയായി ആബ്സെൻ്റ് ആയാൽ അത് സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്ന അർത്ഥം. 93ാമത്തേത്, in a KSEPF a temporary advance should not be granted when a previous non-refundable withdrawal was granted to the same purpose within a period of option B 4 months. 94ാമത്തെ ചോദ്യം,
Minimum attendance in Rule 22, teachers of government schools while under training may be granted. Option C, casual leave and other kinds of leave. ട്രെയിനിങ് പീരീഡിലാണെങ്കിലും ഇത്തരം ലീവുകൾ എടുക്കാമെന്നർത്ഥം. 95ാമത്തെ ചോദ്യം, ഹൗ മെനി ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്സ് ആർ allowed to യു പി സ്കൂൾ ടീച്ചർ? യു പി സ്കൂൾ ടീച്ചറിന് അലൗ ചെയ്തിരിക്കുന്ന 3 ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്സ് ആണ്. ഓപ്ഷൻ ബി. 96ാമത്തേത്, who is competent to admit at any time any people applying with a transfer certificate issued under sub rule 5 of rule 18? Option B, headmaster ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 97ാമത്തെ ചോദ്യം, a people who has not attended any school may be admitted as a private study people in accordance with rule 8. Option A. 98ാമത്തെ ചോദ്യം, no people shall be admitted or allowed to continue in any school if Option B, he is not protected from smallpox. Option B ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 99ാമത്തെ ചോദ്യം, which scheme is intended to private comprehensive health insurance coverage serving employees of the state government including the High Court of Kerala? അതിനായി നമ്മൾ പറയുന്നത് മെഡിസം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 100ാമത്തെ ചോദ്യം, കേരള എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് റൂൾസ് ആർ കോൾഡ്? അതിനാണ് നമ്മൾ KCPF റൂൾസ് 1967 എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.